സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇപ്രകാരം ഈ സ്ഥലം സഭയും YMF തൃശ്ശൂർ യൂണിറ്റും ചേർന്ന് ഒരുക്കിയ ഈ സുവിശേഷ യോഗത്തിൽ കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഈ സഭാ ഹാളിൻ്റെ അങ്കണത്തിലും പുറത്തുമായി ഈ ശബ്ദപരിധിയിൽ ഞങ്ങൾ ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്ക് സാധിച്ചു. അത് പാടിയ പ്രിയ സഹോദരി സഹോദരന്മാർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള അല്പസമയം ദൈവവചനത്തിൽ നിന്നുള്ള കേൾവിക്ക് വേണ്ടി നമുക്ക് ചെലവഴിക്കാം. അതിന് ആധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വെളിപ്പാട് പുസ്തകം വിശുദ്ധ ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ്. പുതിയ നിയമത്തിലെ ഒരു പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഒരു ദൈവം ഉണ്ടോ, ദൈവമുണ്ട് എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം ആളുകളെ സുവിശേഷ പ്രവർത്തനവുമായിട്ട് മുൻപോട്ട് പോകുന്ന വേളകളിൽ കാണുവാൻ സാധിക്കാറുണ്ട്. ദൈവമുണ്ട് എന്ന് പറയുവാനായിട്ട് നിരവധി തെളിവുകളും സൂചനകളും ഒക്കെ ഉണ്ടെങ്കിലും വളരെ പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു തെളിവ്, ഒരു ദൈവമുണ്ട് എന്നുള്ളതിനൊരു തെളിവുണ്ട്. അത് ദൈവവചനമാണ്. ദൈവവചനമാണ് എന്ന് അവകാശപ്പെടുന്ന, ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു പുസ്തകം നമ്മുടെ കൈവശമുണ്ട്. അത് വിശുദ്ധ ബൈബിളാണ്. അപ്പോൾ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി നമ്മുടെ കൈകളിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദൈവമാണെന്ന് ഈ പുസ്തകം അവകാശപ്പെടുന്നത് കൊണ്ട് നമ്മുടെയൊക്കെ കരങ്ങളിൽ ഈ പുസ്തകം ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് തെളിവാണ്. ഇനി അങ്ങനെ തെളിവാണെന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും സാധൂകരണമുണ്ടോ? വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് ബൈബിൾ അവകാശപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സഭ ദൈവദാസന്മാർ അത് ഏറ്റു പറയുമ്പോൾ ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ളതിന് എന്തെങ്കിലും സാധൂകരണമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ന്യായമായിട്ടുണ്ട്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണോ എന്നുള്ളത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉരകല്ലുകളിൽ ഉരച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് കൂടുതലായി കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് വ്യക്തമായി പറയുവാൻ സാധിക്കുന്ന ഒരു തെളിവാണ് ബൈബിളിലെ പ്രവചന ഭാഗങ്ങൾ എന്നുള്ളത്. ബൈബിളിൽ ധാരാളം പ്രവചനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായി അനേക പ്രവചനങ്ങൾ ദൈവവചനമാകുന്ന ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പ്രവചനങ്ങളും ആ പ്രവചനങ്ങളുടെ ചരിത്രത്തിലെ നിവൃത്തിയും ഒക്കെ പഠിച്ചാൽ ബൈബിൾ ദൈവവചനമാണ്, മാനുഷികമായിട്ടുള്ളൊരു ഗ്രന്ഥമല്ല എന്ന് 101% ഉറപ്പിച്ച് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനൊരു തെളിവ് മാത്രമാണ് ഇസ്രയേൽ രാഷ്ട്രം എന്നുള്ളത്. ഇസ്രയേലിനെ പറ്റി ധാരാളം പ്രവചനങ്ങൾ ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഭാവിയിൽ സംഭവിക്കുവാനുള്ള ഒട്ടനവധി കാര്യങ്ങളെ പറ്റി പ്രവചനമായി അവിടെ പറഞ്ഞിട്ട് 24-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഇതൊക്കെയും സംഭവിച്ചു തീരുവോളവും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. അവിടെ ഈ തലമുറ എന്ന് പറയുന്നത് ഈ സന്തതി അല്ലെങ്കിൽ ഈ ജനത എന്നുള്ള ആശയത്തിലാണ്, അല്ലെങ്കിൽ ഇസ്രയേൽ ജനത്തെ പറ്റിയാണ്. ഒട്ടനവധി പ്രവചനങ്ങൾ ഭാവിയിൽ നടക്കുവാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഇതൊക്കെ സംഭവിച്ചു തീരുവോളവും ഈ തലമുറ അല്ലെങ്കിൽ ഈ ജനത, ഈ അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന ഈ ജനത, ഇസ്രയേൽ എന്നുള്ള രാഷ്ട്രം ഒഴിഞ്ഞു പോകുകയില്ല. നമുക്കറിയാം എത്രയോ രാഷ്ട്രങ്ങൾ ഉദയം ചെയ്തു, അസ്തമിച്ചു. എത്രയോ സാമ്രാജ്യങ്ങൾ ചരിത്രത്തിൽ ഉദയം ചെയ്തു, അസ്തമിച്ചു. അതിൽ എത്രയോ സാമ്രാജ്യങ്ങൾ ഇസ്രയേൽ എന്നുള്ള കൊച്ചു രാഷ്ട്രത്തെ അടക്കി ഭരിക്കുവാനും ദണ്ഡിപ്പിക്കുവാനും പീഡിപ്പിക്കുവാനും ഒക്കെ ചരിത്രത്തിൽ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ആ സാമ്രാജ്യങ്ങൾക്കൊക്കെ അവസാനം വന്നു. ആ സാമ്രാജ്യങ്ങളൊക്കെ ഈ ചരിത്രത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു, ലോകത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. ചരിത്രത്തിൻ്റെ മാത്രം ഭാഗമായിട്ട് അവയൊക്കെ നിലനിൽക്കുമ്പോൾ സഹസ്രാബ്ദങ്ങളായി ഇസ്രയേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജനത, അബ്രഹാമിൻ്റെ സന്തതി,
കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ് നീങ്ങിപ്പോകില്ലെന്ന് പറഞ്ഞ ആ ജനത, ആ തലമുറ, ആ ജാതി ഇന്നും നിലനിൽക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളൊക്കെ നിറവേറുവോളവും ഈ ജനത നീങ്ങിപ്പോകില്ലെന്നുള്ളതാണ്. നമുക്കറിയാം കർത്താവ് പറഞ്ഞതനുസരിച്ച് അതുപോലെ തന്നെ ആ ജനത ഇന്നും ചരിത്രത്തിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ മറുഭാഗവും വളരെ വ്യക്തമാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം നിറവേറുക തന്നെ ചെയ്യും എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഞാൻ പറഞ്ഞത് ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. അതിൻ്റെ ശക്തമായിരിക്കുന്ന തെളിവാണ് ബൈബിളിലെ പ്രവചനങ്ങൾ എന്നുള്ളത്. അങ്ങനെ ഒട്ടനവധി പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പുതിയ നിയമത്തിലെ ഒരു പുസ്തകമാണ്. ഇനിയും നിറവേറപ്പെടുവാനുള്ള നിരവധി പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആ പുസ്തകത്തിൽ ഒട്ടനവധി പ്രവചനങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, ആ പുസ്തകത്തിൻ്റെ ഒരു ഉപസംഹാരത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവാത്മാവ് പറയുന്ന വാചകമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. ദൈവത്തിൻ്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ, പ്രവചനങ്ങളാൽ ശക്തമായി ദൈവവചനമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ബൈബിൾ, അതിലെ പ്രവചന ഗ്രന്ഥമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലൂടെ ഒട്ടനവധി പ്രവചനങ്ങളെ പറ്റിയുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ട് ഒടുവിലായിട്ട് മനുഷ്യജാതിയോട്, മനുഷ്യവർഗത്തോടും, മനുഷ്യനോട്, എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനായിട്ടുള്ള ഒരു വാചകം, ഒരു ആഹ്വാനം, ഒരു വിളി, വരിക എന്നുള്ളൊരു വിളി നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വരിക. അതുകൊണ്ട് ഇന്ന് തുടർന്നുള്ള ചില മിനിറ്റുകൾ ദൈവാത്മാവിൻ്റെ ഈ ആഹ്വാനത്തെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. വരിക എന്നുള്ള വിളി 17-ാം വാക്യം നാം വായിക്കുമ്പോൾ ആരാണ് വരിക എന്ന് വിളിക്കുന്നത്? നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. മണവാട്ടി എന്ന് പറഞ്ഞാൽ ബൈബിൾ പരിചയമുള്ളവർക്കറിയാം. ഇവിടെ ഈ അങ്കണത്തിൽ ഇരിക്കുന്നവരും ഇതിൻ്റെ ചുറ്റുപാടിലുള്ളവരും സുവിശേഷം ആദ്യമായി കേൾക്കുന്നവരോ ബൈബിളിനെ പറ്റി പരിചയമില്ലാത്തവരോ ഒന്നുമല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ബൈബിൾ പരിചയമുള്ള ആളുകൾക്കറിയാം, ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഭയെ പറ്റിയാണ്, ദൈവത്തിൻ്റെ സഭയെ പറ്റിയാണ്. അപ്പോൾ വരിക എന്ന് പറയുന്നത് ഇവിടെ ആരാണെന്ന് ചോദിച്ചാൽ ആത്മാവും മണവാട്ടിയും, അല്ലെങ്കിൽ ആത്മാവും സഭയും ചേർന്നുകൊണ്ടാണ് വരിക എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന നാം ഇന്ന് സഭയുടെ അംഗങ്ങളാണ്. നാം സഭയുടെ ഭാഗങ്ങളാണ്. ഈ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു ദൗത്യമാണ് വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിലുമുള്ള ആളുകളെ കർത്താവിലേക്ക് ആഹ്വാനം ചെയ്യുക എന്നുള്ളത്. ഇവിടെ മുൻപ് ഓർപ്പിച്ച ദൈവദാസൻ ആമുഖം പറഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു: നമ്മുടെ ഉത്തരവാദിത്തമാണ് മറ്റുള്ളവരെ സുവിശേഷം കേൾപ്പിക്കുക എന്നുള്ളത്. വരിക എന്നുള്ളത് ദേശത്തോട് വിളിച്ചു പറയുക എന്നുള്ളത്, കർത്താവിലേക്ക് വരുവാനായിട്ട് ആളുകളെ ആഹ്വാനം ചെയ്യുക എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഇന്ന് ഈ സന്ധ്യയിൽ, ഈ രാത്രി സമയത്ത് പീച്ചിയിലുള്ള ദൈവസഭയും ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. വരിക എന്ന് വിളിച്ചു പറയുകയാണ്. അങ്ങനെ വരിക എന്ന് വിളിച്ചു പറയുമ്പോൾ ഈ സന്ദേശം, ദൈവാത്മാവിൻ്റെ ഈ ആഹ്വാനം ലോകത്തോട് അറിയിക്കുമ്പോൾ നമുക്ക് വളരെ ധൈര്യം നൽകുന്ന ഒരു സംഗതിയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? വരിക എന്ന് വിളിച്ചു പറയുന്നത് സഭ മാത്രമല്ല, മണവാട്ടി സഭ മാത്രമല്ല വരിക എന്ന് പറയുന്നത്. ആ സഭയോട് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവും വരിക എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തോട് വരിക എന്ന് ദൈവത്തിൻ്റെ സുവിശേഷം വിളിച്ചറിയിക്കുമ്പോൾ അതൊരു വലിയ പദവിയാണ്, അതിന് വലിയൊരു ശ്രേഷ്ഠതയുണ്ട്. കാരണം നാം ഒറ്റയ്ക്കല്ലേ കാര്യം ചെയ്യുന്നത്. ഈ ആഹ്വാനം നടത്തുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവാത്മാവും നമ്മളും ചേർന്ന് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്, ഒരു വലിയ ഉത്തരവാദിത്തമാണ് ലോകത്തോട് ക്രിസ്തുവിലേക്ക് വരിക എന്ന് വിളിച്ചു പറയുന്നത്. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നാം ലോകത്തോട് സുവിശേഷം പറയുമ്പോൾ ദൈവാത്മാവും നമ്മോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകത്തോട് സംസാരിക്കുന്നുള്ളത്. അപ്പോൾ അത് വളരെ ഉന്നതമായിരിക്കുന്ന, ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ദൗത്യമാണ്. മാത്രമല്ല, അത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ദൗത്യമാണ്. നമ്മുടെ മേലുള്ളൊരു നിർബന്ധമാണ്. നാം ചെയ്യുവാൻ അത്യാവശ്യമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ് വരിക എന്ന് ദേശത്തോട് വിളിച്ചു പറയുക, നമ്മുടെ ചുറ്റുപാടിലുമുള്ളവരോട് വിളിച്ചു പറയുക എന്നുള്ളത്. കാരണം ഇങ്ങനെ വിളിച്ചു പറയുവാനായിട്ട്, വരിക എന്ന് ആഹ്വാനം ചെയ്യുവാനായിട്ട് ദൈവം നിയോഗിച്ചിട്ടുള്ളവർ നമ്മളാണ്. നാം ആഹ്വാനം ചെയ്യുമ്പോഴാണ്, നാം വിളിക്കുമ്പോൾ, നാം വിളിച്ചു പറയുമ്പോഴാണ് ദൈവാത്മാവ് അതിനോടൊപ്പം നിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട്
ദൈവമക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളോട് ദൈവാത്മാവ് ഈ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന പറയുന്ന ഒരു നിർദ്ദേശം എന്നുള്ളത് വലിയ ശ്രേഷ്ഠമായിരിക്കുന്ന, ഉന്നതമായിരിക്കുന്ന, അതോടൊപ്പം തന്നെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം നാം നിർവഹിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകുന്ന ആയുസ്, ദൈവം നമുക്ക് നൽകുന്ന കാലഘട്ടം മുൻപേ ഇവിടെ ഓർപ്പിച്ചതുപോലെ ഇനി അധികം നാളുകൾ നമുക്ക് മുൻപിലില്ല. എത്രയോ നാളുകൾ നമ്മുടെ മുൻപിലുണ്ട്. അത്രയും നാളുകൾ ദൈവാത്മാവിനോട് ചേർന്നുകൊണ്ട് വരിക എന്ന്, കർത്താവിലേക്ക് വരിക, സുവിശേഷത്തിലേക്ക് വരിക, ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ള സന്ദേശം ലോകത്തോട് അറിയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. സഭയും ദൈവാത്മാവും ചേർന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് വരിക. അടുത്തായി ആരെയാണ് വിളിക്കുന്നത്? വരിക എന്ന് പറഞ്ഞുകൊണ്ട് ആരെയാ വിളിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. അതിനു മുൻപ് ഞാനിങ്ങനെ പറയട്ടെ, വരിക എന്ന് പറഞ്ഞിട്ട് ആരെയാ വിളിക്കുക? അരികിൽ ഇല്ലാത്ത ആളെയാണ് വരിക എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അകലെ മാറി നിൽക്കുന്ന ആളെയാണ് വരിക എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇവിടെ ദൈവാത്മാവ് സഭയും വരിക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആരെയാണ് വിളിക്കുന്നത്? ദൈവത്തിന്റെ അടുക്കലില്ലാത്ത, ദൈവത്തിന്റെ അരികിലില്ലാത്ത, ദൈവത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഇവിടെ വരിക എന്ന് വിളിക്കുന്നത്. ആരാ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്? ദൈവത്തിന്റെ അരികിൽ നിൽക്കാതെ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആരാണ്? നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ നാം വായിക്കുമ്പോൾ, ബൈബിളിലെ ആദ്യത്തെ ഗ്രന്ഥമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ദൈവം തൻ്റെ സ്വരൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നു. തൻ്റെ സ്വരൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യനുമായി സമ്പർക്കം ചെയ്യാവുന്ന വിധത്തിൽ, മനുഷ്യനുമായി ആശയവിനിമയം ചെയ്യാവുന്ന വിധത്തിൽ, മനുഷ്യനുമായി സല്ലപിക്കാവുന്ന വിധത്തിൽ, മനുഷ്യനുമായി സജീവമായിരിക്കുന്ന സ്നേഹബന്ധം, സന്തോഷകരമായിരിക്കുന്ന ബന്ധം പുലർത്താവുന്ന വിധത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ദൈവം അങ്ങനെ സൃഷ്ടിച്ചത് തന്നെ ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നു. മനുഷ്യനെ തൻ്റെ അടുക്കൽ ഉണ്ടാകണമെന്ന്, മനുഷ്യൻ തൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന്, തന്നോടൊപ്പം ഉണ്ടാകണമെന്ന്, തൻ്റെ അരികിൽ ഉണ്ടാകണമെന്ന് ദൈവം മനുഷ്യനെ പറ്റി ആഗ്രഹിക്കുകയാണ്. ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തന്നെ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം വളരെ വ്യക്തമാണ്. മനുഷ്യൻ തന്നോടൊപ്പം ഉണ്ടാകണം എന്ന് ദൈവം മനുഷ്യനെ പറ്റി ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിൾ ഉടനീളം നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിട്ട് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യനോട് കൂടെ ദൈവത്തിന് വസിക്കണം, മനുഷ്യനോട് കൂടെ ദൈവത്തിന് പാർക്കണമെന്നുള്ളതാണ്. നാം ഇപ്പോൾ വായിച്ച വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം ചരിത്രത്തിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ നിർവഹിച്ച നിരവധി കാര്യങ്ങളെപ്പറ്റി ബൈബിളിലെ 66 പുസ്തകങ്ങൾ ഉടനീളം വായിച്ചു വന്നിട്ട് ഒടുവിലത്തെ പുസ്തകമായിരിക്കുന്ന ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം നിർവഹിച്ച എല്ലാ അധ്വാനങ്ങളുടെ ഫലം എന്നുള്ള വിധത്തിൽ, അതിന്റെ റിസൾട്ട് എന്നുള്ള നിലയിൽ ദൈവം പറയുന്ന ഒരു വാചകമുണ്ട്. സിംഹാസനത്തിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. എന്താണ് ആ ശബ്ദം എന്നറിയാമോ? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടെ. അപ്പോൾ ദൈവം മനുഷ്യനെ പറ്റി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം മനുഷ്യനെ പറ്റി ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവത്തോടൊപ്പം ഉണ്ടായിരിക്കണം, മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കണം, മനുഷ്യൻ ദൈവത്തിന്റെ അരികിലുണ്ടായിരിക്കണം, മനുഷ്യനും ദൈവവുമായി സജീവമായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന ബന്ധത്തിൽ മുൻപോട്ട് പോകണം. ഇതാണ് ദൈവം മനുഷ്യനെ പറ്റി ആഗ്രഹിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനുമായി സല്ലപിക്കുവാൻ, മനുഷ്യനുമായി സംസാരിക്കുവാൻ, മനുഷ്യനുമായി സമയം ചെലവഴിക്കുവാൻ ഏദൻ തോട്ടത്തിലേക്ക് വരിക പതിവുണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം ആദ്യ അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു, മനുഷ്യൻ ദൈവത്തോട് കൂടെ അവിടെ പാർത്തിരുന്നു. പക്ഷെ നമുക്കറിയാം തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ. ഏദൻ തോട്ടത്തിലേക്ക് ഒരു സർപ്പം വരികയാണ്. പിശാച് വന്നു, സർപ്പം വന്നു, ഹവ്വയോട് സംസാരിക്കുന്നു. ഹവ്വയോട് ചോദിച്ചു, ഈ തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് തിന്നുവാൻ അനുവാദമുണ്ടോ? ഹവ്വ പറഞ്ഞു, എല്ലാം തിന്നാം, പക്ഷേ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് കൽപ്പനയുണ്ട്. തിന്നരുതെന്ന് മാത്രമല്ല തൊടുക പോലും അരുത് എന്നുള്ള കൽപ്പനയുണ്ടെന്ന് പറഞ്ഞു. പിശാച് കുറെ കാര്യങ്ങൾ ഹവ്വയോട് സംസാരിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കറിയാം പിശാച് ചില കാര്യങ്ങൾ പറഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ, സത്യാവസ്ഥ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞതിന് നേർ വിപരീതമായിട്ട് ഹവ്വയോട് പറഞ്ഞു. ദൈവം പറഞ്ഞത് ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ്. പിശാച് പറഞ്ഞു, മരിക്കുകയില്ല, നിശ്ചയം, നിന്റെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഇതൊക്കെ പിശാച് പറഞ്ഞപ്പോൾ ഹവ്വ ചെയ്ത കാര്യം, പിശാച് പറഞ്ഞത് മുഴുവനും ഹവ്വ വിശ്വസിച്ചു.
പിശാച് പറഞ്ഞത് മുഴുവനും ഹൗവ വിശ്വസിക്കുമ്പോൾ അതിന്റെ മറുഭാഗത്ത് ഹൗവ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്നുള്ളത് ദൈവത്തെ അവിശ്വസിക്കുകയായിരുന്നു. ദൈവം പറയുന്നത് ഹൗവ അവിശ്വസിച്ചു. വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ ലേഖനത്തിൽ ദൈവത്തെ അവിശ്വസിക്കുന്നവരെ പറ്റി ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: ദൈവത്തെ വിശ്വസിക്കാത്തവർ ദൈവത്തെ വിശ്വസിക്കായക കൊണ്ട് അവനെ അസത്യവാദിയാക്കുന്നു. ഈ ദൈവം വിശ്വസിക്കുവാൻ കൊള്ളാത്തവനാണ്, ഈ ദൈവത്തെ വിശ്വസിച്ചുകൂടാ, ഈ ദൈവം ബോഷ്ക്ക് പറയുന്നവനാണ്, ഈ ദൈവം പറഞ്ഞു വഞ്ചിക്കുന്നവനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഒരു മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ മറുഭാഗത്ത് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഹൗവ അത് ചെയ്തു. മനുഷ്യൻ ദൈവത്തിൽ അവിശ്വാസം പ്രഖ്യാപിച്ചു, പിശാചിൽ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് പിശാചിനെ തങ്ങളുടെ ജീവിതം അടിയറവ് വയ്ക്കുന്ന മനുഷ്യനെ, ഹൗവയെ, ആദാമിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ പാപം ചെയ്തു, മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അന്നും സന്ധ്യയായപ്പോൾ പതിവ് പോലെ ദൈവം തോട്ടത്തിലേക്ക് വന്നു. അന്ന് സന്ധ്യയ്ക്ക് വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച മനുഷ്യൻ കേട്ടു. മനുഷ്യനത് പരിചയമുണ്ട്, അതുകൊണ്ടാണ് തിരിച്ചറിഞ്ഞത്. ദൈവം തോട്ടത്തിൽ വന്നിരിക്കുന്നു, ദൈവം തോട്ടത്തിൽ നടന്നെടുക്കുകയാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കി. നാം അവിടെ കാണുന്നത് മനുഷ്യനും ഭാര്യയും ദൈവത്തിൻ്റെ കണ്ണിൽ പെടാതിരിക്കുവാൻ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഓടി ഒളിക്കുന്ന കാഴ്ച നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിന് തലേന്ന് വരെ, അല്ലെങ്കിൽ പാപം ചെയ്യുന്നത് വരെ ദൈവവുമായിട്ട് സജീവമായി ബന്ധമുണ്ടായിരുന്ന മനുഷ്യൻ, ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേൾക്കുവാനായിട്ട് ആകാംക്ഷയോടുകൂടെ കാതോർത്തിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിച്ച മനുഷ്യൻ, ദൈവത്തിൻ്റെ അരികത്ത് വസിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം നടക്കുന്ന ഒച്ച കേൾക്കുന്നത് പോലും ആ മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുകയാണ്, ആ മനുഷ്യനെ ഭീതിപ്പെടുത്തുകയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഓടി ഒളിക്കുന്ന കാഴ്ച നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്നും ഓടി അകലുകയാണ്. ദൈവം വന്നു, ദൈവം മനുഷ്യനോട് സംസാരിച്ചു, ദൈവം മനുഷ്യന് ശിക്ഷ വിധിച്ചു. പിന്നീട് നാം കാണുന്നത് ഏദൻ തോട്ടത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഏദൻ തോട്ടത്തിൽ നിന്ന്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുടെ സ്ഥാനമായിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ നിന്ന്, ദൈവവുമായിട്ട് സജീവമായ ബന്ധം പുലർത്തുവാൻ സാധിക്കുന്ന ഏദൻ തോട്ടത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ അരികത്തു നിന്ന് പാപം ചെയ്ത മനുഷ്യൻ പുറത്താക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ പുറത്തു പോയവനാണ് മനുഷ്യൻ, അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയവനാണ് മനുഷ്യൻ. ഇന്ന് മനുഷ്യന്റെ അവസ്ഥ എന്നുള്ളത്, ആദ്യ മാതാപിതാക്കളായിരിക്കുന്ന ആദം ഹവ്വ ദമ്പതികളുടെ മക്കളായി ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന സകല മനുഷ്യരുടെയും അവസ്ഥ എന്നുള്ളത്, അവരെല്ലാവരും പാപികളാണ്. ബൈബിൾ അത് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എല്ലാവരും വഴിതെറ്റി സഞ്ചരിച്ചു. എല്ലാവരും ദൈവോന്മുഖമായി സഞ്ചരിക്കേണ്ടവരാണ്, ദൈവത്തിൻ്റെ ദിശയിലേക്ക് സഞ്ചരിക്കേണ്ടവരാണ്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിൽ കൂടി സഞ്ചരിക്കേണ്ടവരാണ്, ദൈവത്തിൻ്റെ പാതകളിൽ കൂടെ സഞ്ചരിക്കേണ്ടവരാണ്. പക്ഷെ പാപം ചെയ്ത മനുഷ്യൻ, ദൈവത്തെ തള്ളിക്കളഞ്ഞ മനുഷ്യൻ, ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ശത്രുവായി പ്രഖ്യാപിച്ച മനുഷ്യൻ ദൈവം ഉദ്ദേശിച്ച വഴികളിൽ നടക്കാതെ വഴിതെറ്റി നടക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെയാണ് ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ സകല മനുഷ്യരും, ബൈബിൾ പ്രഖ്യാപിക്കുന്നത് പോലെ സകല മനുഷ്യരും പാപികളാണ്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ഒരു വ്യത്യാസവുമില്ല. ആളുകളെ തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ കുറവ് പാപം ചെയ്തവർ, കൂടുതൽ പാപം ചെയ്തവർ, അങ്ങനെയൊക്കെ ആളുകളെ വേണമെങ്കിൽ താരതമ്യപ്പെടുത്താം. പക്ഷെ പരിശുദ്ധനായിരിക്കുന്ന ദൈവം തൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിൽ ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്: ഒരു വ്യത്യാസവുമില്ല, ആരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും ഒരുപോലെ വഴിതെറ്റി, എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായിത്തീർന്നു. മനുഷ്യൻ പാപിയാണ്, മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നു. ഇന്ന് നാം നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ, നമ്മുടെ സമൂഹത്തിലേക്ക് നാം നോക്കിയാൽ, പണ്ടൊക്കെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞങ്ങളൊക്കെ പറയാറുള്ളത് മാധ്യമങ്ങളിലേക്ക് നോക്കിയാൽ, വാർത്താ മാധ്യമങ്ങളിലേക്ക് നോക്കിയാൽ എന്നൊക്കെയാണ്. കാരണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ദൂരെയൊക്കെയാണ് നാം കേൾക്കാറുള്ളത്. പക്ഷെ ഇന്ന് മാധ്യമങ്ങളിലേക്ക് പോകണ്ട, നമ്മുടെ നാട്ടിലേക്ക് നോക്കിയാൽ, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ പാപം എത്രമാത്രം മനുഷ്യനെ കീഴടക്കിയിരിക്കുന്നു, മനുഷ്യൻ എത്രമാത്രം പാപത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാപപ്രവൃത്തികളെ പറ്റി ഞാൻ വിശദീകരിക്കുവാനായിട്ട് ആവശ്യമില്ലല്ലോ. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് തന്നെ വന്നാൽ എത്രമാത്രം ഒരു കാലഘട്ടത്തിലൊക്കെ ചെറിയ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അവരെയൊക്കെ വളരെ ഓമനത്വത്തോടു കൂടെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന നാം ഇന്ന് അവരെ വളരെയധികം ഭയപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം SSLC എക്സാം അവസാനിക്കുന്ന ദിവസം മൊബൈൽ ഫോണുകളിലൊക്കെ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ ഫോണുകളിലൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ ഒരു സന്ദേശം വന്നു. ആ സന്ദേശം വന്ന് ഇങ്ങനെയാണ്: നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്കൂളുകളിൽ നിന്ന് വന്ന് തിരിച്ചു കൊണ്ടുപോകണം. നിങ്ങളുടെ മൊബൈലിൽ വന്ന് കാണും, എൻ്റെ ഫോണിലും വന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വന്ന് കൊണ്ടുപോകണം. അതിന് കാരണവും അതിന് താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടിച്ചു പിരിയുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശൈലി എന്നാണ്. എനിക്ക് എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് വന്ന മെസ്സേജാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വന്ന് തിരിച്ചു കൊണ്ടുപോകുക, അടിച്ചു പിരിയുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശൈലി. അതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നമുക്കറിയാം, അങ്ങനെ വളരെ ഭയാനകമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുക. ലഹരി കൊച്ചു കുഞ്ഞുങ്ങളെ പോലും കീഴടക്കിക്കൊണ്ട് കിരാതമായ വിധത്തിൽ അവരുടെ വ്യക്തിത്വങ്ങളെ മാറ്റിമറിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ലഹരിയൊക്കെ കഴിക്കുമ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ ആളുകൾ മദ്യം കഴിക്കുമായിരുന്നു. പണ്ടത്തെ ലഹരി എന്ന് പറഞ്ഞാൽ മദ്യപാനമാണ്. കള്ളു കുടിക്കും, ചാരായം കുടിക്കും, അല്ലെങ്കിൽ മദ്യം കുടിക്കും. അങ്ങനെ മദ്യം കഴിച്ച ആളുകൾ സമൂഹത്തിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഗുരുതരമായ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ലഹരിയുടെ ഉൽപ്പന്നങ്ങളായിരിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ എന്ന് വേണമെങ്കിൽ അവയെ പറയാം. ചില വഴക്കുകൾ ഉണ്ടാക്കും, ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാക്കും, വീട്ടിൽ ചെന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഭാര്യയെ തല്ലും, കുഞ്ഞുങ്ങളെ എടുത്തെറിയും, ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അന്ന് ആളുകൾ, നമുക്കറിയാം, പണ്ടത്തെ ആളുകളൊക്കെ ലഹരി പിടിച്ചാലും പോലീസ് ജീപ്പിന്റെ നിറം കണ്ടാൽ അല്ലെങ്കിൽ കാക്കി കണ്ടാൽ അവർ ലഹരിയൊക്കെ പോവും. അവരൊക്കെ വളരെ മാന്യന്മാരാവും, അല്ലേ? കാരണം എന്താണെന്ന് അറിയാമോ? അവർ ലഹരി കഴിക്കുമ്പോൾ അവരുടെ സുബോധം നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നാം വളർന്നു വരുമ്പോൾ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടാകാം, നമ്മുടെ സംസ്കാരം കൊണ്ടായിരിക്കും, നമ്മുടെ കുടുംബ പശ്ചാത്തലം കൊണ്ടാകാം, നമ്മൾ തന്നെ അറിയാതെ നമുക്കൊക്കെ ഒരു മുഖം മൂടി വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ മനഃപൂർവ്വമായിട്ടല്ല, നമ്മൾ അറിയാതെ നമുക്കൊക്കെ ഒരു മുഖം മൂടി സ്വതവേ ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ വളർച്ചയിൽ അത് ഉണ്ടായിട്ടുണ്ട്. ആ മുഖം മൂടി വെച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, സമൂഹത്തിൽ ഇറങ്ങിയാൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്കറിയാം. എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. എങ്ങനെ പെരുമാറണം, ആരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമുക്ക് അറിയാം. ഒരു സുബോധത്തിന്റെ മുഖം മൂടി നമുക്കുണ്ട്. പക്ഷേ മദ്യം കഴിച്ച് ലഹരിയിൽ ആയി പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആ സുബോധത്തിന്റെ മുഖംമൂടി അങ്ങ് പോകും. ആ സുബോധത്തിന്റെ മുഖംമൂടി പോകുമ്പോൾ സംഭവിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. നമുക്കറിയാം, നാർക്കോ അനാലിസിസ് എന്ന് പറഞ്ഞൊരു നമ്മുടെ പോലീസിന്റെ കയ്യിൽ ഒരു വിദ്യയുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ അതിന്റെ വീഡിയോസ് നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ, കുറ്റവാളിയാണെന്ന് സംശയിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ രക്തത്തിലേക്ക് ഒരു വളരെ നിയന്ത്രിതമായ അളവിൽ അല്പം ലഹരി കടത്തിവിടുകയാണ്. നിയന്ത്രിതമായ അളവിൽ അല്പം ലഹരി കടത്തിവിടും. അങ്ങനെ ലഹരി കുത്തിവെച്ച ശേഷം അവരോട് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അവരെന്ത് ചെയ്യും? സുബോധം നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ, അവരുടെ ചുറ്റിലും നിൽക്കുന്നത് പോലീസുകാരാണ്, അവരുടെ കുറ്റകൃത്യം തെളിയിക്കാനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള ചിന്തയൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ചുറ്റുപാടിനെ പറ്റിയുള്ള സുബോധം നഷ്ടപ്പെട്ടിട്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും, ചോദിച്ചതിനൊക്കെ ഉത്തരം പറയും. പ്രമാദമായിരിക്കുന്ന ഒരു കൊലക്കേസിന്റെ ഈ നാർക്കോ അനാലിസിസ് ദൃശ്യങ്ങളൊക്കെ യൂട്യൂബിൽ ദൃശ്യമാണ്. ആരാ വാതിൽ തുറന്നു കൊടുത്തത്? ഞാനാ തുറന്നു കൊടുത്തത്. എന്തുകൊണ്ട് അടിച്ചത്? കോടാലി കൊണ്ട് അടിച്ചത്. പോലീസുകാരോടാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ, അല്പം ലഹരി അങ്ങ് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിസരബോധം നഷ്ടപ്പെടുക, സുബോധം നഷ്ടപ്പെട്ടിട്ട് അകത്തുള്ളത് പച്ചയായിട്ട് പുറത്തു വരും. അപ്പോൾ ലഹരി കഴിക്കുമ്പോൾ, കള്ളു കുടിക്കുമ്പോൾ, മദ്യം കഴിക്കുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്നത്, അവന്റെ സുബോധം നഷ്ടപ്പെട്ടിട്ട് പച്ചയായിട്ട് അവന്റെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം എന്താണോ, മദ്യം കഴിക്കാത്തപ്പോൾ നല്ല വ്യക്തിയാണ്, വളരെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, വളരെ ഉപകാരിയായിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നാം പറഞ്ഞു കേട്ടിട്ടില്ലേ, അല്പം കള്ളങ്ങോട്ട് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊരു മനുഷ്യനായിട്ട് മാറുകയാണ്, പിന്നെ മൃഗമായിട്ട് മാറുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അവന്റെ സുബോധത്തിന്റെ മുഖം മൂടി മാറ്റപ്പെട്ടു. അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക. അതാണ് മദ്യം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മദ്യം കഴിച്ചാൽ അവന്റെ സുബോധമേ നഷ്ടപ്പെടുന്നുള്ളൂ. ഇപ്പോൾ ഉപയോഗിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യന്റെ ഭയം കൂടെ നഷ്ടപ്പെടുക.
ഒന്നിനെയും ഭയക്കാത്തവനായിട്ട് മനുഷ്യൻ മാറി. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സബ് ഇൻസ്പെക്ടറെ പിടിച്ച് റോഡിൽ അടിക്കുകയാണ്. ഓർത്തു നോക്കുക. അങ്ങനെ നാം കേൾക്കുന്ന വാർത്തകളല്ലേ, മാധ്യമങ്ങളിലൂടെ നാം അറിയുന്ന വാർത്തകളാണ്. ആർക്കും ആരെയും ഭയമില്ലാതെയായി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ആരെയും കൊല്ലുവാൻ ഭയമില്ലാത്തവരായിട്ട് മാറി. മാതാപിതാക്കളെ കൊല്ലുവാൻ ഭയമില്ലാത്തവരായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മാറുന്നു. ഭയാനകമായിരിക്കുന്ന ഒരു കാഴ്ച. ലഹരിയാണ് നാം അതിന് കുറ്റം പറയുന്നത്. അങ്ങനെ തന്നെയാണ്, ലഹരിയാണ് അതിന് കാരണമായി തീർന്നിരിക്കുന്നത്. എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു സത്യം എന്നുള്ളത്, ലഹരി ഒരുത്തൻ്റെ രക്തത്തിൽ ചെല്ലുമ്പോൾ, ഒരുവരുടെ രക്തത്തിൽ ചെല്ലുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് ഇതൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ സുബോധത്തിൻ്റെയും ഭയത്തിൻ്റെയും മുഖമൂടികൾ മാറിപ്പോയത് കൊണ്ടാണ്. ആ ലഹരി ഉൽപ്പന്നത്തിൻ്റെ ഫലമായിട്ട് പുറത്തു വരുന്ന സ്വഭാവമാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം. അതാണ് യഥാർത്ഥ സ്വഭാവം. നല്ല കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നു വരുമ്പോൾ അതിനൊരു മുഖംമൂടി വരുന്നെന്ന് മാത്രം. നല്ല വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ, നല്ല സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ അതിനൊരു മുഖംമൂടി ഉണ്ടാകുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കുറേ മൂല്യങ്ങൾ കിട്ടുമ്പോൾ അതിനൊരു മുഖംമൂടി ഉണ്ടാകുന്നു എന്ന് മാത്രം. എന്നാൽ അവൻ്റെ അകത്തെ യഥാർത്ഥ സ്വഭാവം നാം ഈ കാണുന്ന സ്വഭാവ സവിശേഷത. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനിൽ പാപമുണ്ട്. മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നവനാണ്. ഒരുപക്ഷെ സമൂഹത്തെ ഭയന്നുകൊണ്ടോ, സംസ്കാരത്തെ ഭയന്നുകൊണ്ടോ, മറ്റുള്ളവരെ ഭയന്നുകൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ പല സ്വാധീനങ്ങൾ കൊണ്ട് നമ്മളൊന്നും പലതും ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തെ കാണുന്ന, അവൻ്റെ അന്തരംഗങ്ങളെ കാണുന്ന ദൈവം പറയുകയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും വഴിതെറ്റി. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും കൊള്ളരുതാത്തവരായിട്ട്. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. എന്നെ കേൾക്കുന്ന ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമുക്ക് നമ്മെ പറ്റി തന്നെ നല്ല അഭിപ്രായം ഉണ്ടായിരിക്കാം. നമ്മുടെ അയൽവാസികളോട് നമ്മെ പറ്റി ചോദിച്ചാൽ ഒരുപക്ഷെ അവർ നല്ല അഭിപ്രായമായിരിക്കും നമ്മെ പറ്റി പറയുക. നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം, മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കാം. കുറെ നല്ല ഗുണഗണങ്ങൾ നമ്മിലുണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ ആരെയും ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. പക്ഷേ എന്തൊക്കെ ഗുണഗണങ്ങൾ നമ്മിലുണ്ടെങ്കിലും, എന്തൊക്കെ നല്ല ഗുണങ്ങൾ എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന ഗുണവിശേഷങ്ങൾ നമ്മിലുണ്ടെങ്കിലും, ദൈവവചനം പറയുന്നു നമ്മൾ പാപികളാണ്. താങ്കൾ ഒരു പാപിയാണ്. നല്ല ഗുണങ്ങളുണ്ട്, ശരി തന്നെ. വിശുദ്ധ ബൈബിൾ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, തിന്മ ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനുമില്ല. നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനുമില്ല. കുറെ നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം എന്നെയും നിങ്ങളെയും അംഗീകരിക്കണമെങ്കിൽ, ദൈവം താങ്കളെ കൈക്കൊള്ളണമെങ്കിൽ, ദൈവത്തിന് കൊള്ളാകുന്നവനായി താങ്കൾ മാറണമെങ്കിൽ, ദൈവത്തിന്റെ അംഗീകാരം താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഒരു തിന്മയുമില്ലാതെ നന്മ മാത്രം ചെയ്യുന്ന നീതിമാനായിട്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു ഒറ്റ മനുഷ്യനും ലോകത്തിലില്ല എന്നുള്ളതാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്ന സത്യം. അപ്പോൾ സകല മനുഷ്യരും പാപികളാണ്. പാപമുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ് സകല മനുഷ്യരും. സകല മനുഷ്യരും ദൈവത്തിൽ നിന്ന് പാപത്താൽ അകന്നു പോയവരാണ്. ദൈവം വിളിക്കുന്നു, വരിക. ആരെയാണ് വിളിക്കുന്നത്? അകന്നുപോയവരെ. ദൈവത്തിന്റെ ചാരത്ത് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവത്തോട് അവിശ്വാസം പ്രഖ്യാപിച്ച്, ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ദൈവത്തെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ദൂരത്തോടി ഒളിക്കുന്ന മനുഷ്യൻ, ദൈവത്തെ പറ്റി കേൾക്കുന്നത് അലർജിയായിട്ട് കാണുന്ന മനുഷ്യൻ, ദൈവത്തെ പറ്റി ചിന്തിക്കുവാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യൻ, ദൈവം എന്നെ പറ്റി എന്ത് ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ മെനക്കെടാത്ത മനുഷ്യൻ, ദൈവത്തെ തള്ളിക്കളയുന്ന മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവാത്മാവ് വിളിക്കുകയാണ്, വരിക. ഇന്ന് ദൈവാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. നാം ഇവിടെ വായിക്കണം, വായിച്ച 17-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, ദാഹിക്കുന്നവൻ വരട്ടെ. നമ്മൾ പറഞ്ഞു, വരിക എന്ന് വിളിക്കുമ്പോൾ അരികിലില്ലാത്തവനെയാണ് വരിക എന്ന് പറഞ്ഞുകൊണ്ട് അരികിലേക്ക് വിളിക്കുന്നത്. ഇവിടെ വീണ്ടും ഇവിടെ പറയുകയാണ്, ദാഹിക്കുന്നവൻ വരട്ടെ. പ്രിയമുള്ളവരെ, ലോകജനം ഒന്നടങ്കം വലിയ ദാഹത്തിലാണ്. ലോകജനം ഒന്നടങ്കം വലിയ ഉഷ്ണത്തിലാണ്. അവർ ശാന്തിക്ക് വേണ്ടി ദാഹിക്കുകയാണ്. എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനുഷ്യർക്കൊക്കെ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് സംതൃപ്തിയില്ലാത്തത്. മനുഷ്യൻ തൃപ്തിക്ക് ആരാ വെറുതെ ഇരിക്കുന്നത്? എല്ലാവരും നെട്ടോട്ടമാണ്, എല്ലാവരും അധ്വാനമാണ്, എല്ലാവരും എന്തിൻ്റെയൊക്കെ പുറകെ ഓടുകയാണ്. എന്ത് സംതൃപ്തി ലഭിക്കുന്നില്ല. ധാരാളം പണമുണ്ടാക്കി, സംതൃപ്തിയില്ല. ഒരുപക്ഷെ വളരെ പ്രശസ്തിയുണ്ട്, സ്വാധീനമുണ്ട്, കൂടെ കുറെ ആളുകളുണ്ട്, കുറെ കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ഇനിയും കുറെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നെട്ടോട്ടം ഓടുകയാണ്. പക്ഷേ എന്തൊക്കെ നേടിയെടുത്തിട്ടും സമാധാനം ലഭിക്കുന്നില്ല, സംതൃപ്തി ലഭിക്കുന്നില്ല. എന്ത് ചെയ്തിട്ടും സംതൃപ്തി ലഭിക്കാതെ മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. മനുഷ്യൻ എന്തിനോ വേണ്ടി ദാഹിക്കുകയാണ്. ഡയറ്റീഷ്യന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യർ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, അവർ പറയുന്നത് ഇങ്ങനെയാണ്, ചിലപ്പോൾ നമുക്ക് ദാഹിക്കുകയായിരിക്കും, പക്ഷെ അതിനെ വിശപ്പായിട്ട് തെറ്റിദ്ധരിക്കും. ദാഹത്തെ വിശപ്പായിട്ട്
മനുഷ്യർ എല്ലാവരും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദാഹിക്കുമ്പോൾ തലച്ചോറിൽ ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരേ ഭാഗമായതുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ചില സമയങ്ങളിൽ ദാഹത്തെ വിശപ്പായിട്ട് തെറ്റിദ്ധരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഭക്ഷണം കഴിക്കും. പക്ഷേ അവിടെ അതിൻ്റെ മറുവശത്ത് സംഭവിക്കുന്നത് ദാഹം തൃപ്തിപ്പെടുകയില്ല, ദാഹത്തിന് തൃപ്തി ഉണ്ടാകുകയില്ല, ദാഹം ശമിപ്പിക്കപ്പെടുകയില്ല, ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ജലം കിട്ടുകയില്ല, ജീവജലം കിട്ടാതെ വരുന്നു. അങ്ങനെ ശരീരത്തിന് പ്രശ്നം സംഭവിക്കാമെന്നാണ് അവർ പറയുന്നത്. പ്രിയമുള്ളവർ, ലോകത്തിലെ ജനത്തിന് എന്തോ കുറവുണ്ടെന്നറിയാം. അവരെന്തിനൊക്കെയോ വേണ്ടി ഓടുന്നുണ്ട്, അവർ അസംതൃപ്തരാണ്, പലതിനു വേണ്ടിയും അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അവരിൽ വലിയൊരു കൂട്ടം ആളുകളും എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് എൻ്റെ അസംതൃപ്തിക്ക് കാരണം, എനിക്ക് എന്താ കുറവുള്ളതെന്ന് തിരിച്ചറിയുന്ന കാര്യത്തിൽ മനുഷ്യരിൽ അനേകർ പരാജയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? അങ്ങനെയുള്ള ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്തൊക്കെ ചെയ്തിട്ടും എന്തോ ഒരു അസംതൃപ്തി എൻ്റെ ജീവിതത്തിൽ ഇനിയുമുണ്ട്, എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല, അങ്ങനെയുള്ള ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രശ്നമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരു ദാഹമുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇല്ലാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഈ ദാഹം എന്താണെന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിനു വേണ്ടി ദാഹിക്കുകയാണ്. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിനു വേണ്ടി ദാഹിക്കുകയാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തോടൊപ്പം വസിക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഇന്ന് മനുഷ്യൻ ദൈവത്തെ ഗൗനിക്കുന്നില്ല എന്നുള്ളത് ശരിയായിരിക്കാം. ഇന്ന് മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളയുന്നു എന്നുള്ളത് ശരിയായിരിക്കാം. ഇന്ന് മനുഷ്യൻ ദൈവത്തെ വേണ്ട എന്ന് പറയുന്നുണ്ട്, ശരിയാണ്. ഇന്ന് മനുഷ്യൻ അക്ഷയനായിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സിനെ വികലമായിരിക്കുന്ന ദൈവിക സങ്കല്പങ്ങൾ കൊണ്ട് മാറ്റിമറച്ചുകൊണ്ട്, എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് സത്യദൈവത്തെ തള്ളിക്കളയുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ അറിയാതെ നിങ്ങളിലുള്ള അസംതൃപ്തിയുടെ കാരണം നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. അതിന് പകരമായിട്ട് മറ്റൊന്നും നൽകിയിട്ട് കാര്യമില്ല. ഈ ദാഹത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പണം കിട്ടാഞ്ഞിട്ടാണ് അസംതൃപ്തി എന്ന് ചിന്തിച്ചുകൊണ്ട് അനേകർ പണത്തിന് പുറകെ പായുകയാണ്. പ്രശസ്തി ലഭിക്കാഞ്ഞിട്ടാണ് അസംതൃപ്തി എന്ന് കരുതിക്കൊണ്ട് പ്രശസ്തിക്ക് പുറകെ അനേകർ പായുകയാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് അസംതൃപ്തി എന്ന് കരുതിക്കൊണ്ട് വളരെ പ്രായമായിട്ട് വിദ്യാഭ്യാസത്തിന് പുറകെ പായുന്ന ആളുകളുണ്ട്. മോശമല്ല, നല്ല കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ദാഹം ശമിപ്പിക്കപ്പെടുകയില്ല. കാരണം നിങ്ങളുടെ ദാഹത്തിന് കാരണം നിങ്ങൾക്ക് ദൈവമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ ഭക്തരായിരിക്കാം, ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഭക്തരായിരിക്കാം, നിങ്ങൾ ആരാധനാലയങ്ങളിൽ പോകുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ദൈവമുണ്ടോ? നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവമുണ്ടോ? നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവമുണ്ടോ? അതില്ലാത്തിടത്തോളം നിങ്ങളുടെ അസംതൃപ്തിക്ക് ശമനം വരികയില്ല, നിങ്ങളുടെ ദാഹം ശമിക്കുകയില്ല. ബൈബിളിൽ പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനത്തിൽ 59-ാം അധ്യായത്തിൽ ദൈവം ഇപ്രകാരം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്: നിങ്ങളുടെ പാപമത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റി നിർത്തുന്നത്. പാപിയായിരിക്കുന്ന മനുഷ്യന് ഭക്തിയോടെ ജീവിക്കുവാൻ സാധിക്കും. പാപിയായിരിക്കുന്ന മനുഷ്യന് വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുവാൻ, പഠിക്കുവാൻ സാധിക്കും. പാപിയായിരിക്കുന്ന മനുഷ്യന് ദൈവാലയങ്ങളിൽ പോകുവാനായിട്ട് സാധിക്കും, അവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും, അവർക്ക് സൽപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ ദൈവം പറയുകയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ പാപിയായിരിക്കുന്ന മനുഷ്യന് ദൈവവുമായിട്ട് ബന്ധമില്ല. പാപിയായിരിക്കുന്ന മനുഷ്യന് ദൈവമില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഇല്ലാതെയായിരിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തെ മടക്കി ലഭിച്ചെങ്കിൽ മാത്രമേ, ദൈവം നിങ്ങളിൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ദാഹത്തിന് ശമനമുണ്ടാകുകയുള്ളൂ. ഇവിടെ ദൈവാത്മാവ് സഭയോട് ചേർന്ന് വിളിക്കുകയാണ്, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ. ദൈവം നമ്മെ വിളിക്കുക. ഇങ്ങനെ വരിക എന്ന് ദൈവാത്മാവ് വിളിക്കുമ്പോൾ ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഒരു കാര്യം അതിനോട് ചേർത്ത് പറയാതെ പോകുവാനായിട്ട് നിവൃത്തിയില്ല. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയവനാണ്. മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുൻപോട്ട് പോയവനാണ്. നാം നേരത്തെ പറഞ്ഞ യെശയ്യാ പ്രവചനത്തിലെ വാക്യം, ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ്: പാപം എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന്റെ പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നതാണ്. മനുഷ്യന്റെ പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്നതാണ്. മനുഷ്യന്റെ പാപം ദൈവത്തിങ്കിലേക്ക് വരാതെ വണ്ണം മനുഷ്യനെ തടയുന്ന ഒരു കാര്യമാണ്.
സങ്കീർത്തനങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. സകല ജഡവും പ്രാർത്ഥന കേൾക്കുന്നവനായുള്ള 65-ാം സങ്കീർത്തനം, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവയെ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. അടുത്ത വാചകത്തിൽ പറയുന്നത്, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവം പ്രാർത്ഥന കേൾക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ മനുഷ്യൻ വെമ്പുകയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാൻ മനുഷ്യൻ ശ്രമിക്കുകയാണ്. പക്ഷെ അടുത്ത വാചകത്തിൽ പറയാണ്, അങ്ങനെ ശ്രമിക്കുമ്പോൾ എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. എനിക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അകൃത്യം എന്നിലുള്ളിടത്തോളം, പാപം എന്നിലുള്ളിടത്തോളം, ഒരു മനുഷ്യൻ പാപിയായിരിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മുൻപോട്ട് ചെല്ലുവാൻ, ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ അവന് സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുന്നതിൽ നിന്നും അവൻ്റെ അകൃത്യം, അവൻ്റെ പാപം അവനെതിരെ ശക്തമായിട്ട് നിലകൊള്ളുകയാണ്. അങ്ങനെയാണെങ്കിൽ വരിക എന്ന് ദൈവാത്മാവ് വിളിക്കുമ്പോൾ വരാനായിട്ടൊരു മാർഗം കൂടെ ഉണ്ടാകണ്ടേ? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആ വിളി കേട്ട് ചെല്ലുവാനായിട്ട് ഒരു മാർഗം വേണ്ടേ? ഈ തടസ്സമൊന്നും നീങ്ങിക്കിട്ടണ്ടേ? എൻ്റെ നേരെ അതിബലമായി നിൽക്കുന്ന അകൃത്യത്തിന് ഒരു പരിഹാരം വരുത്തണ്ടേ? എങ്കിൽ മാത്രമല്ല ദൈവത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവർ, വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. ബൈബിളിൽ നിന്ന് വളരെ നന്നായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു വാക്യമാണ്. യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഞാൻ തന്നെയാണ് വഴി. എന്തിനുള്ള വഴിയാണെന്ന് തുടർന്ന് വ്യക്തമാക്കുകയാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിങ്കിലേക്ക്, ആരും ദൈവത്തിങ്കിലേക്ക് എത്തുന്നില്ല. അപ്പോൾ മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് എത്തുവാൻ, മനുഷ്യനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ടുള്ള ഏകമാർഗം യേശുക്രിസ്തു പറഞ്ഞു, മറ്റൊരു മാർഗമില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പാട്ടിന് നരേഷൻ പറഞ്ഞു, ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു, യേശുക്രിസ്തു അവകാശപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു. അനേക വഴികളിൽ, അനേക വാതിലുകളിൽ, അങ്ങനെയല്ല കർത്താവ് ഒരു കാര്യത്തെ പറ്റി പറഞ്ഞത്. ഞാൻ തന്നെയാണ് വഴി, ഞാൻ മുഖാന്തരം അല്ലാതെ ആർക്കും ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ സാധിക്കുകയില്ല, ഞാൻ മാത്രമാണ് വഴി എന്ന് കർത്താവായ യേശുക്രിസ്തു പ്രഖ്യാപിക്കുക. എന്താ യേശുക്രിസ്തു അങ്ങനെ പറയാനുള്ള കാരണം? അങ്ങനെ യേശുക്രിസ്തുവിന് പറയുവാനുള്ള ന്യായം എന്താണ്? അങ്ങനെ യേശുക്രിസ്തു പറയുന്നതിലെ വാസ്തവം എന്താണ്? ആ വാസ്തവം എന്നുള്ളത് പരിഹാരം വരുത്തിയത്. എനിക്കും ദൈവത്തിനുമിടയിൽ, മനുഷ്യനും ദൈവത്തിനുമിടയിൽ, പാപിയായിരിക്കുന്ന മനുഷ്യനും ദൈവത്തിനുമിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന, മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് ചെല്ലുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന പാപമെന്ന വലിയ തടസ്സം, പാപമെന്ന വലിയ ബലം, പാപമെന്ന ആ വൻമതിൽ പൊളിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തി ഒരു വഴിയൊരുക്കിയത് യേശുക്രിസ്തു മാത്രമാണ്. എബ്രായയിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ പ്രതിഷ്ഠിച്ച വഴി. ദേഹമെന്ന തിരശീല കീറിക്കൊണ്ട്, ദേഹമെന്ന തിരശീല ചീന്തിക്കൊണ്ട്, ആ ദേഹമെന്ന തിരശീലയിൽ കൂടെ യേശു പ്രതിഷ്ഠിച്ചൊരു വഴിയുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും പാപം ദൈവത്തിങ്കിലേക്ക് ചെല്ലുന്നതിന് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും പാപം നമുക്കും ദൈവത്തിനും ഇടയിൽ ഒരു വൻമതിലായിട്ട് നിൽക്കുമ്പോൾ, നമ്മുടെ ഒരു പരിശ്രമം കൊണ്ടും ആ വൻമതിൽ കടന്ന് തകർത്ത് അതിനപ്പുറത്തേക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ, ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് സാധിക്കാതെയിരിക്കുമ്പോൾ, ദൈവപുത്രനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഒരു വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. പാപങ്ങൾക്ക് യേശു പരിഹാരം വരുത്തി. എങ്ങനെയാ പരിഹാരം വരുത്തിയത്? ബൈബിൾ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. എങ്ങനെയുള്ള മനുഷ്യനെയാണ് സ്നേഹിച്ചത്? പാപിയായിരിക്കുന്ന മനുഷ്യനെ, ശത്രുക്കളായിരിക്കുന്ന മനുഷ്യനെ, അവൻ പാപികളായിരിക്കുമ്പോൾ തന്നെ, അവർ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ അവർ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. ദൈവം പാപിയായിരിക്കുന്ന മനുഷ്യനെ സ്നേഹിച്ചു. ദൈവമില്ലെന്ന് പറയുന്ന മനുഷ്യനെ ദൈവം സ്നേഹിച്ചു. ദൈവത്തെ വികലമായി കൽപ്പിക്കുന്ന മനുഷ്യനെ ദൈവം സ്നേഹിച്ചു. ദൈവത്തോട് ശത്രുവായിരിക്കുന്ന മനുഷ്യനെ ദൈവം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുവാൻ, നമ്മുടെ പാപങ്ങളുടെ കണക്ക് ദൈവത്തിൻ്റെ മുൻപാകെ തീർത്തു കിട്ടുവാൻ, നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുവാൻ, നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ, നമ്മെ ശുദ്ധീകരിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് സ്വർഗത്തിലെ സകല സൗഭാഗ്യങ്ങളും വെടിഞ്ഞ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തുകൊണ്ട് തന്നെത്താൻ താഴ്ത്തി ഈ ലോകത്തിൽ വന്നു. പ്രിയമുള്ളവരെ, ചില ദിവസങ്ങൾക്ക് ശേഷം
ലോകത്തിൽ ക്രൈസ്തവ ലോകം യേശുക്രിസ്തുവിൻ്റെ ഘോരമായിരിക്കുന്ന പീഡാനുഭവവും ആ ഭയാനകമായിരിക്കുന്ന മരണവും പുനരുത്ഥാനവും ഒക്കെ ഓർക്കുവാൻ പോവുകയാണ്. അതോടെ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവും യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു. നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ നമുക്ക് പകരം യേശുക്രിസ്തു അനുഭവിക്കുകയായിരുന്നു. കേവലം ആ മരണത്തെ ഓർത്തുകൊണ്ട് അയ്യോ കഷ്ടമായി പോയില്ലെന്ന് വിലപിക്കേണ്ട ഒരു മരണമല്ല യേശുക്രിസ്തുവിൻ്റെ മരണം. അയ്യോ അത് അന്യായമായി പോയി എന്ന് പറഞ്ഞ് വിലപിക്കേണ്ട, കഷ്ടം വയ്ക്കേണ്ട ഒരു മരണമല്ല യേശുക്രിസ്തുവിൻ്റെ മരണം. യേശുക്രിസ്തുവിൻ്റെ മരണം എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും പകരം യേശു മരിച്ച മരണമാണ്. ദൈവം എന്നെ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ അകന്നുപോയ നാം പാപം ചെയ്ത് നാം ദൈവത്തെ ശത്രുവായി പ്രഖ്യാപിച്ച് നാം അകന്നുപോയതാണ്. അങ്ങനെയുള്ള നമ്മെ മടക്കി വരുത്തുവാൻ, നാം ദൈവസ്ഥയിലേക്ക് മടങ്ങി വരേണ്ടതിന് ദൈവം നമ്മെ സ്നേഹിച്ചു. നാം മടങ്ങി വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതുകൂടെ പറയാം. ദൈവസന്നിധിയിലേക്ക് നാം മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെല്ലുന്നത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുന്ന ഒരു സ്ഥാനത്താണ്. ഒരു വാക്യം കൂടെ വായിക്കാം. 2 തെസ്സലോനിക്കർ 1:10 വാക്യം. 2 തെസ്സലോനിക്കർ 1:10 സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവധി അനുഭവിക്കും. ഇവിടെ നരകത്തെ പറ്റി പറയുകയാണ്, നിത്യശിക്ഷാവധിയെ പറ്റി പറയുകയാണ്. തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയായിരിക്കുന്ന അഗ്നിതടാകമായിരിക്കുന്ന നിത്യനരകം, അന്ധതമസ് കൊണ്ട് ബന്ധിക്കപ്പെടുന്ന, തീ കൊണ്ട് ഉപ്പിടുന്ന, കരച്ചിലും പല്ലുകടിയുമുള്ള ആ ഭയാനകമായിരിക്കുന്ന നരകത്തെ പറ്റി ഇവിടെ പറയുന്നത്, ആ നരകത്തിൽ പോകുന്നവരെ പറ്റി പറയുന്നത്, അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് കർത്താവിനെ വിട്ടകന്ന്, കർത്താവിൻ്റെ സന്നിധാനം വിട്ടകന്ന്, കർത്താവിൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വം വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യമെന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്തതെന്ന്. ഇന്ന് ദൈവാത്മാവ് വിളിക്കുകയാണ്, വരിക, മടങ്ങി വരിക. ഇന്ന് ആ സുവിശേഷം അനുസരിക്കാത്തവർ, ഇന്ന് അത് കേട്ട് മടങ്ങി വരാത്തവർ, അവർ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുന്ന നിത്യശിക്ഷാവിധിയിലേക്ക് എന്ന് പറഞ്ഞാൽ നിത്യമായിട്ടും അകന്നു പോകുന്ന, ഒരു കാലത്തും ഒരു മടങ്ങി വരവും ഇല്ലാത്ത വിധത്തിൽ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുന്ന ഒരു പാതയിലാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ ജീവിക്കുന്നത്. പാപികളായിരിക്കുന്ന ആളുകൾ സഞ്ചരിക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുന്ന നിത്യനാശം എന്ന ശിക്ഷാവിധിയുടെ നിത്യനരകത്തിൻ്റെ പാതയിലാണ്. ആ പാതയിൽ നിന്ന് മടക്കി വരുത്തുവാൻ, ആ പാതയിൽ മനുഷ്യൻ നശിച്ചു പോകാതിരിക്കുവാൻ, ആ നിത്യനാശം എന്ന ശിക്ഷാവിധി പാപിയായിരിക്കുന്ന മനുഷ്യൻ, തന്നെ ശത്രുവായി പ്രഖ്യാപിച്ച മനുഷ്യൻ അനുഭവിക്കുവാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ മടക്കി വരുത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ ചെലവിൽ ഒരുക്കിയ ഒരു മാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന്റെ ചെലവിൽ നടത്തിയ ഒരു യാഗമുണ്ട്. ആ യാഗമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്നുള്ളത്. ആ യാഗം ദൈവം അംഗീകരിച്ചതിന്റെ തെളിവാണ് യേശുക്രിസ്തു മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നുള്ളത്. അങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, നമ്മുടെ പാപം എന്നുള്ള തടസ്സം നീക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു ഒരു യാഗമായി തീർന്നു. നമ്മുടെ പാപങ്ങൾക്ക് സമ്പൂർണ്ണ പരിഹാരം വരുത്തിയിരിക്കുന്നു. നമ്മുടെ പാപത്തിന്റെ മുഴുവൻ കണക്കും തീർത്തിരിക്കുന്നു. ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റി നിർത്തുന്ന പാപമെന്ന വൻമതിൽ യേശുക്രിസ്തു ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ മഹാസ്നേഹത്തിൽ ദൈവം ഒരുക്കിയ വഴി മടങ്ങി വരുവാൻ ദൈവം ആഹ്വാനം ചെയ്യുമ്പോൾ, വരിക എന്ന് ദൈവാത്മാവും സഭകളും നിങ്ങളെ വിളിക്കുമ്പോൾ, അങ്ങനെ വരുവാനായിട്ടൊരു മാർഗമുണ്ട്. അത് യേശുക്രിസ്തുവാണ്. അത് യേശുക്രിസ്തു മാത്രമാണ്. കാരണം യേശുക്രിസ്തു മാത്രമാണ് പാപത്തിന് പരിഹാരം വരുത്തുവാൻ പ്രായശ്ചിത്തയാഗമായി തീർന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആർക്കൊക്കെ മടങ്ങി വരാം? അതിൻ്റെ 17-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ വാചകം, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. പ്രിയമുള്ളവരെ, ഇച്ഛിക്കുന്നവർക്ക് വരാം. ആർക്കൊക്കെ വരാനായിട്ട് സാധിക്കും? ആർക്കും വരാം. സകലരും പാപികളാണ്, സകലരും വഴിതെറ്റിയവരാണ്, സകലവും ദൈവത്തിന്റെ മഹത്വത്തിന് അയോഗ്യരായി തീർന്നവരാണ്, സകലരും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയവരാണ്, സകലരും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നവരാണ്. സകല മനുഷ്യരും പാപികളായിരിക്കുന്ന സകല മനുഷ്യരുടെ യാത്ര നിത്യമായിരിക്കുന്ന ശിക്ഷാവിധിയിലേക്കാണ്.
അവരോടാണ് ദൈവാത്മാവ് വിളിക്കുന്നത്, സഭ വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ രാത്രി സമയത്ത് പീച്ചിയിലുള്ള ദൈവസഭ, ദൈവജനം നിങ്ങളെ വിളിക്കുന്നത്, വരിക എന്ന് വിളിക്കുന്നത്. ആർക്കും വരാം, ഇച്ഛിക്കുന്നവർക്ക് വരാം. ദൈവം ആരെയും മടങ്ങി വരുവാനായിട്ട് നിർബന്ധിക്കുന്നില്ല. അതിന്റെ സ്വാതന്ത്ര്യം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും വരാം. ആർക്കൊക്കെ ആഗ്രഹമുണ്ടോ, ആർക്കൊക്കെ മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടോ, ആർക്കൊക്കെ ഞാൻ പാപത്തിന്റെ പാതയിലാണ്, എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്, ഒരുപക്ഷെ മറ്റുള്ളവർ എന്നെ പറ്റി നല്ലത് കരുതുന്നുണ്ടായിരിക്കാം, മറ്റുള്ളവർക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമായിരിക്കാം, ആളുകളൊന്നും എന്നെ പറ്റി ദോഷമായിട്ടൊന്നും പറയുകയില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ പാപമുണ്ട്, എൻ്റെ പ്രവൃത്തികളിൽ പാപമുണ്ട്, എൻ്റെ സംസാരത്തിൽ പാപമുണ്ട്, എൻ്റെ ചിന്തകളിൽ പാപമുണ്ട്, എൻ്റെ ഭാവനകളിൽ പാപമുണ്ട്, എൻ്റെ സങ്കല്പങ്ങളിൽ പാപമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പാപത്തിലുള്ള യാത്ര ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന യാത്രയാണ്. അത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്ന് നിത്യ നരകത്തിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു യാത്രയാണ്. ഞാൻ വലിയ അപകടത്തിലാണ് എന്ന് ആർക്കൊക്കെ ബോധ്യമുണ്ടോ, അവർക്കൊക്കെ നിങ്ങൾ ഇച്ഛിക്കുന്നുവെങ്കിൽ മടങ്ങി വരാം. ഇവിടെ ബാക്കി നിൽക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം മാത്രമാണ്, നിങ്ങളുടെ താല്പര്യം മാത്രമാണ്, നിങ്ങളുടെ തീരുമാനം മാത്രമാണ്. ജീവജലം വാങ്ങിക്കുടിക്കുക എന്നുള്ളത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ് അവിടെ വ്യക്തമാക്കുക. ആരൊക്കെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും? ദൈവം ചെയ്ത പ്രവൃത്തിയിൽ ആരൊക്കെ വിശ്വസിക്കും? ഞാൻ നേരത്തെ ഓർപ്പിച്ചുവല്ലോ, യേശു ക്രിസ്തുവാണ് ഏക വഴി, ദൈവം നൽകിയ ഏക മാർഗമാണ്, ദൈവം പാപികൾക്ക് മുൻപാകെ തുറന്നു വെച്ചിരിക്കുന്ന ഏക മാർഗമാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു എന്ന വഴിയിലൂടെ അല്ലാതെ, ആ മാർഗത്തിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കില്ല. നാം നേരത്തെ ചിന്തിച്ചതാണല്ലോ, എങ്ങനെ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ബൈബിൾ അത് ആവർത്തിച്ച് വിശദീകരിക്കുന്നു. വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായിട്ട് നിങ്ങൾ നീതീകരിക്കപ്പെടും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ജീവജലം ലഭിക്കും. യേശു ക്രിസ്തു ഉത്സവത്തിന്റെ ഒഴിവിൽ തന്നാൽ വിളിച്ചു പറഞ്ഞ ആ കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗജന്യമായി വന്ന് ദാഹിക്കുന്നവൻ ഏവനും വന്ന് സൗജന്യമായിട്ട് ജീവജലം കുടിക്കട്ടെ എന്നാ യേശു ക്രിസ്തു പറഞ്ഞത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്താ വിശ്വസിക്കേണ്ടത്? യേശു ക്രിസ്തുവിനെ പറ്റി പലരും വിശ്വസിക്കുന്നുണ്ട്, പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അതായത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അല്ല, വ്യക്തിപരമായി എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എൻ്റെ നരകം നീക്കിക്കളഞ്ഞുകൊണ്ട് എന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരികെ ചേർക്കുവാൻ, ദൈവത്തിന്റെ അരികിലേക്ക്, ദൈവം എന്നെ പറ്റി എന്താഗ്രഹിക്കുന്നോ അതേ അവസ്ഥയിലേക്ക് എന്നെ മടക്കി കൊണ്ടുപോകേണ്ടതിനു വേണ്ടി, അതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നതിന് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് വേണ്ടി ദൈവം അയച്ച ദൈവപുത്രനാണ് യേശു ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നടന്ന യാഗമരണ മുഖാന്തരം എൻ്റെ പാപങ്ങൾക്കും യേശു ക്രിസ്തു സമ്പൂർണ്ണമായി പരിഹാരം വരുത്തി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ വിശ്വാസത്തോടു കൂടെ യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ദാസനായിട്ട് നാം മാറുകയെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ കർത്താവ് പറയുന്നതാണ് ഇനി എൻ്റെ ജീവിതത്തിന്റെ പ്രമാണം. മറ്റാരും പറയുന്നതല്ല, എൻ്റെ ബന്ധുക്കൾ പറയുന്നതല്ല, എൻ്റെ സമുദായം പറയുന്നതല്ല, സുഹൃത്തുക്കൾ പറയുന്നതല്ല, അയൽവാസികൾ പറയുന്നതല്ല. ഞാൻ കർത്താവിൻ്റെ ഒരു ദാസനായിരിക്കും, അല്ലെങ്കിൽ ദാസിയായിരിക്കും. മറിയ പറഞ്ഞില്ലേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ. ഞാൻ ഇന്നു മുതൽ കർത്താവിൻ്റെ ദാസനാണ്, ഞാൻ ഇന്നു മുതൽ കർത്താവിൻ്റെ ദാസിയാണ്. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടേണ്ടത് കർത്താവിൻ്റെ ഇഷ്ടമാണ്, കർത്താവിൻ്റെ വചനമാണ് എന്ന് പറയുന്ന ഒരു സമർപ്പണം, അതാ കർത്താവായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. ആരൊക്കെ അങ്ങനെ സ്വീകരിക്കുമോ? യേശു ക്രിസ്തു വിശ്വസിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിന്റെ യാഗമരണവും പുനരുത്ഥാനവും എനിക്ക് പകരമായിരുന്നു, എൻ്റെ പാപങ്ങൾക്ക് പകരമായിരുന്നു, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു, എൻ്റെ പാപത്തിന്റെ കണക്ക് തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ, നിങ്ങൾക്ക് വേണ്ടി മരിച്ച, നിങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയായി നൽകി ഉയർത്തെഴുന്നേറ്റ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവായിട്ട് അംഗീകരിച്ചാൽ, ദൈവവചനമാകുന്ന ബൈബിൾ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്താകുന്ന വിശുദ്ധ ബൈബിൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടും. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ സൗജന്യമായി നീതീകരിക്കപ്പെടും, നിങ്ങൾ രക്ഷിക്കപ്പെടും, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീരും, നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും, നിങ്ങൾ ദൈവത്തിന്റെ അവകാശികളായി തീരും, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും, നിങ്ങൾക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കും, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ സ്വീകരിക്കുവാനായിട്ട് കാത്തിരിക്കുന്നു.
വിശുദ്ധ ബൈബിളിലെ എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ നാം അവിടെ ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന, ദൈവത്തോട് ലഭിക്കുന്ന അടുപ്പത്തെ പറ്റി വായിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അവർ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരായിത്തീരും. ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരായിത്തീരും. ദൈവത്തിന്റെ ഭവനക്കാരായിട്ട് നിങ്ങൾ തീരും. ദൈവത്തിന്റെ മക്കളായിട്ട് നിങ്ങൾ തീരും. ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും. ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കും. അടുത്ത പ്രയോഗം എന്നുള്ളത് വളരെ മനോഹരമാണ്. പിതാവിങ്കലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. ദൈവ പിതാവിങ്കലേക്ക്, പിതാവിന്റെ അകത്തേക്ക്, പിതാവിങ്കലേക്ക്, പിതാവിന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കും. മടങ്ങി വരുമെങ്കിൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമെങ്കിൽ. ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. ഞങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും പാപത്തിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, എത്ര ഘോരമായിരിക്കുന്ന, എത്ര കഠിനമായിരിക്കുന്ന പാപം ചെയ്യുന്നവരുമാകട്ടെ, ഇനി അതല്ല, വലിയ തരക്കേടില്ലാതെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ്, വലിയ ഉപദ്രവത്തിനോ ശല്യത്തിനൊന്നും ആർക്കും പോകാതെ മാന്യമായി ജീവിക്കുന്നവരും ആകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു മുഖാന്തരമുള്ള പാപപരിഹാരം നിങ്ങൾ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ യാത്ര ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകുന്ന യാത്രയാണ്. ദൈവത്തിൽ നിന്ന് എന്നേക്കുമുള്ള അകൽച്ചയാകുന്ന നിത്യ നരകത്തിലേക്കുള്ള യാത്രയാണ്. മരണം ഏത് നിമിഷവും നമ്മെ കടന്നു പിടിക്കാം. അതിനെപ്പറ്റി നമുക്കറിയാം. ഏത് സമയത്തും മരണം നമ്മെ കീഴടക്കാം. ആ മരണത്തിന്റെ കാൽച്ചുവട് നാം വെച്ചു കഴിഞ്ഞാൽ പാപപരിഹാരം പ്രാപിക്കാത്ത വ്യക്തിക്ക് ന്യായവിധിയാണ്, ശിക്ഷാവിധിയാണ്, നിത്യ നരകമാണ്. എൻ്റെ നിങ്ങളുടെയും മരണാനന്തര ജീവിതം ഏത് നിമിഷവും ആരംഭിക്കാവുന്ന ഒരു സത്യമാണ്. കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടാകണമെന്ന് നിർബന്ധമില്ല. വലിയ രോഗം വന്നതിന് ശേഷമാകണമെന്ന് നിർബന്ധമില്ല. കുറെ പ്രായമായതിനു ശേഷമാകണമെന്ന് നിർബന്ധമില്ല. അടുത്ത സെക്കൻഡിൽ ആരംഭിക്കാവുന്ന ഒന്നാണ് മരണാനന്തര ജീവിതം. പാപപരിഹാരം പ്രാപിക്കാതെ പോയാൽ അത് നിത്യമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, പിന്നീട് തിരിച്ചുവരവില്ലാത്ത ശിക്ഷാവിധിയിലാണ്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ യേശുക്രിസ്തു നിങ്ങൾക്ക് നിങ്ങളുടെ സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തിയിട്ടുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തെ ഒന്ന് അംഗീകരിക്കാമോ? യേശുക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് യേശുവിനോട് ഇപ്രകാരം പറയുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? യേശുവേ, ഞാനൊരു പാപിയാണ്. ദൈവത്തിന് പ്രസാദമില്ലാത്ത പലതും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ രഹസ്യങ്ങളിലുണ്ട്. ഞാൻ നിത്യമായിട്ട് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന പാതയിലാണ്. ഞാൻ പാപിയാണ്. ശിക്ഷയിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എന്നാൽ വരിക, മടങ്ങി വരിക എന്നുള്ള അവിടുത്തെ സ്വരം ഞാൻ കേൾക്കുന്നു. അതിനുവേണ്ടി എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പുതുവഴിക്കായി ഞാൻ നന്ദി പറയുന്നു. അവിടുത്തെ പുത്രൻ എനിക്ക് വേണ്ടി തകർത്തുകൊണ്ട്, അവിടുത്തെ പുത്രന്റെ ക്രൂശ് മരണത്താൽ എനിക്ക് വേണ്ടി അവിടുന്ന് ഒരു മാർഗം ഒരുക്കിയല്ലോ. ആ യേശുവിൽ, ആ ഏകമാർഗത്തിൽ ഞാൻ എൻ്റെ വിശ്വാസവും ആശ്രയവും അർപ്പിക്കുന്നു. യേശു മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ എൻ്റെ കർത്താവായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ യേശുവിന് വേണ്ടി, യേശുവിൻ്റെ ദാസനായി, യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചിട്ടുള്ള ഒരു ജീവിതം ഞാൻ നയിക്കുമെന്ന് നിങ്ങൾ യേശുവിനോട്, ദൈവത്തോടൊരു ഉടമ്പടി ചെയ്താൽ, ഞങ്ങളോടല്ല, നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ട ആത്മീക സഹായങ്ങൾ ചെയ്തു തരുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ അതിന് സന്നദ്ധരും സന്തോഷമുള്ളവരുമാണ്. പക്ഷേ ഈ ഉടമ്പടി നിങ്ങളും ദൈവവുമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഞങ്ങൾക്ക് പങ്കില്ല. ദൈവത്തോട് നിങ്ങൾ ഈ ഉടമ്പടി ചെയ്താൽ, ഈ വിളി കേട്ടുകൊണ്ട്, ദൈവത്തിന്റെ ആത്മാവും പീച്ചിയിലുള്ള ദൈവസഭയിൽ ചേർന്ന് വിളിക്കുന്ന വരിക എന്നുള്ള വിളി കേട്ടുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിലേക്ക് മടങ്ങി വരിക, നിത്യജീവന്റെ ഉടമകളായി തീരുക, സ്വർഗീയ പ്രത്യാശയുള്ളവരായി തീരുക, പാപവഴികൾ ഉപേക്ഷിച്ച് ദൈവമക്കളായി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഈ ലോകത്തിൽ ജീവിതം ഒരു നാൾ അവസാനിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ ഭവനത്തിൽ നിത്യത മുഴുവൻ പാർക്കുവാൻ ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സൗഭാഗ്യമുണ്ടാകട്ടെ. ദൈവം നിങ്ങളതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.